ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഓവനൊന്നും ആവശ്യമില്ല. അതുമാത്രമല്ല, നമ്മൾ മുട്ട ഇല്ലാതെയാണ് ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ മുട്ട ഇല്ലെങ്കിലും നമുക്കിത് വളരെ സോഫ്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണ്ടാവും, കണ്ടില്ലേ? ഭയങ്കര സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. കണ്ടില്ലേ? നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഈ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കത് മുഴുവനായിട്ട് ഇതിലേക്കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഒന്ന് ഓയിലാക്കിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ഓയിലാക്കി കൊടുക്കുക. അപ്പോൾ അതുപോലെ ഓയിലാക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതുപോലെ ഒന്ന് കൊട്ടി കൊടുത്ത് ഇതിൻ്റെ മേൽഭാഗം ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഈ മൈദ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബാക്കി എക്സസ് ആയിട്ടുള്ളത് നമുക്ക് കൊട്ടിക്കളയാം. അപ്പോൾ കേക്ക് ടിൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന അളവുകളൊക്കെ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊക്കോ പൗഡർ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നനവില്ലാത്തൊരു പാത്രം അടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി അരിപ്പയിലേക്ക് കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ കുറച്ചായി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇതുപോലെ അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോഴാണ് അത് നന്നായിട്ട് ആ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആവുക. അപ്പോൾ നമുക്ക് കേക്ക് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് കട്ടയോടെ ഒഴിക്കരുത്, നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ തൈരാണ് നമ്മൾ മുട്ടയ്ക്ക് പകരം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ 250 ml കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. ഈ തൈരിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ തൈരുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം.
ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇളക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇളക്കുക. നിങ്ങൾ ക്ലോക്ക് വൈസിലാണ് ഇളക്കണമെങ്കിൽ അതേപോലെ തന്നെ ഇളക്കുക. വളരെ സ്പീഡായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക. അതുപോലെ കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. കണ്ടില്ലേ? പിന്നെ നമുക്ക് കുക്കറൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. നമ്മൾ കുക്കറിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കേക്ക് ബാറ്റർ വേണ്ടത്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ ഇങ്ങനെ പൊക്കി താഴേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിലീസായി പൊക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മുടെ കുക്കർ 5 മിനിറ്റ് ആയിട്ടുണ്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിലാക്കി വയ്ക്കുക. ഇപ്പോൾ കുക്കർ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റെങ്കിലും ആവണം. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം. നമുക്ക് ഈ കുക്കറിൽ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. വെയിറ്റ് ഇടാതെ കുക്കറിൻ്റെ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് ആവണം. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് വെന്തതായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടക്കോലില്ലേ അതെന്തെങ്കിലും വെച്ച് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാനൊരു പപ്പടക്കോലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഉള്ളിലേക്ക് ഇറക്കി നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ കേക്ക് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തതിന് ശേഷം ആറട്ടെ. അപ്പോൾ അത് കേക്കൊക്കെ നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലൊന്ന് കത്തി വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം. ഒന്ന് അവിടെ നിന്ന് വിടിച്ചു കൊടുക്കാം. അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. തൊടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നില്ലേ എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയൊന്നും ചേർക്കാത്ത നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.